രചന ഗംഗോത്രി. ഭാഗം 25. ഗംഗയുടെ മനസ്സിന് അല്പം ആശ്വാസം തോന്നിയപ്പോൾ അവൾ എഴുന്നേറ്റു. അമ്മ, ഞങ്ങൾ നാട്ടിലേക്ക് പോകുക. എന്താവശ്യം ഉണ്ടായാലും വിളിക്കണം. എത്ര തിരക്കായാലും ഞാൻ ഓടിയെത്തും, ഗംഗ പറഞ്ഞു. അരമണിക്കൂറിൽ അവർ യാത്ര പറഞ്ഞിറങ്ങി. പാലായിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു. അച്ചമ്മ അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്തായി? വല്ല പുരോഗമനം സംഭവിച്ചോടാ എൻ്റെ കുട്ടിക്ക്? അതോ, അച്ചമ്മ ചോദിച്ചു. ഗംഗ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ശിവറാമിൻ്റെ അരകിലേക്കാണ് അവൾ ചെന്നത്. അവറ്റകളാണല്ലേ, പപ്പ വേണ്ടത് ചെയ്തോളാം. നീ പുലിക്കുട്ടിയല്ലേ, ഇത്രയും ചെറിയ കാര്യങ്ങൾ തള്ളിക്കളഞ്ഞേക്ക്. അവർക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ. അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് എൻ്റെ പുലിക്കുട്ടിയുടെ മുമ്പിലേക്ക് വരുമോ? മോള് പോയി റെസ്റ്റ് എടുത്തോ. ഗംഗ മുറിയിലേക്ക് പോയപ്പോൾ പിന്നാലെ കാർത്തി ശിവറാമിൻ്റെ അരികിലേക്ക് വന്നു. രണ്ടുപേരും കൂടി മുറി അടച്ചിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞു. തമ്പിയുടെ ആളുകൾ ഗായത്രിയെയും കുടുംബത്തെയും ബന്ധനസ്ഥരാക്കിയിരുന്നു. അമ്മയെയും മകളെയും അവർ തമ്പിയുടെ ആളുകൾ ഉപദ്രവിച്ചു. അതും അപ്പൻ്റെ മുമ്പിലിട്ട്. അവരുടെ സിരകളിലൂടെ അതിനു മുമ്പ് മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു ദേഹോപദ്രവവും ഏൽപ്പിക്കേണ്ടതായി വന്നില്ല. ഒടുവിൽ ഒരു കെട്ട് നോട്ട് അവരുടെ കയ്യിൽ കൊടുക്കുന്നതും വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എല്ലാ സൈറ്റുകളിലും വീഡിയോ അപ്ലോഡായി. അവരുടെ പേരിൽ തന്നെയായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തത്. തള്ളയ്ക്കും മകൾക്കും ഒരേ തുകയാണ് കൊടുത്തത്. ഗംഗയുടെ ഫോണിലേക്കും അതിൻ്റെ വീഡിയോ തമ്പിയുടെ ആളുകൾ അയച്ചു കൊടുത്തിരുന്നു. അവൾ പക്ഷേ അത് കണ്ടില്ല. ഒരു പണി ചെയ്താൽ സ്പോട്ടിൽ കൂലി കൊടുക്കുന്നതാണ് തൻ്റെ ഒരു ശൈലി. ഒരു പെൺകുട്ടിയായ താൻ ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ചെയ്യിപ്പിച്ചാൽ എന്തു ചെയ്യും? അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കട്ടെ, ഗംഗ സ്വയം പറഞ്ഞു. ആളുകൾ നമ്പർ കിട്ടിയാൽ വിളിച്ചു തുടങ്ങും. അമ്മയെയും മകളെയും മുംബൈയിലേക്ക് കൊണ്ടുപോകണം. അപ്പനെ എന്തു വേണമെന്ന് പപ്പ തീരുമാനിക്കട്ടെ. തൻ്റെ കാര്യം നോക്കി മറ്റാരെയും അങ്ങോട്ട് കയറി ആവശ്യമില്ലാതെ ഉപദ്രവിക്കരുത് എന്ന് തന്നെയാണ് തൻ്റെയും ആഗ്രഹം. പക്ഷേ നന്നായി ജീവിക്കാനും ആളുകൾ സമ്മതിക്കണ്ടേ? കാർത്തി ഏതെങ്കിലും വിധത്തിൽ അവരെ കൊടുക്കാനുള്ള വഴികൾ ആലോചിക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഊരിപ്പോരാൻ പാടില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയി എന്തെങ്കിലും കേസ് ഉണ്ടാക്കണം. മയക്കുമരുന്ന് കേസായിരിക്കും അതിന് ഏറ്റവും നല്ലത്. തൻ്റെ ഗംഗയെ നോവിക്കാൻ ശ്രമിച്ചവരാണ്. കാർത്തി ഫോണിൽ ആരെയൊക്കെയോ വിളിച്ച് അതിനെപ്പറ്റി സംസാരിച്ചു. ഓരോരുത്തരോടും സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് കാർത്തി അത് ഉപേക്ഷിക്കാൻ തയ്യാറായത്. കാരണം ഒരു നല്ല വക്കീൽ വിചാരിച്ചാൽ മയക്കുമരുന്ന് കൂവപ്പൊടിയായി മാറും. അവർ പുഷ്പം പോലെ ഇറങ്ങിപ്പോരും. ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. കുറച്ച് പണം കൈവശമുണ്ടെങ്കിൽ എന്ത് തോന്നിയാസവും നടക്കും. ബോധം ഉണർന്നപ്പോൾ ഗായത്രിയും വൈകിയും ചുറ്റിലും നോക്കി. അത് തങ്ങളുടെ വീട് തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോഴാണ് അവർ വിവസ്ത്രരായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായത്. ഒരു ഞടുക്കത്തോടെ രണ്ടുപേരും എഴുന്നേറ്റ് നിന്നു. അപ്പോഴാണ് അവരെ നോക്കിച്ചിരിക്കുന്ന ഗുണ്ടകളെ അവർ കാണുന്നത്. രണ്ടുപേരും മാറു പൊത്തിപ്പിടിച്ചു. അപ്പോഴാണ് ഒരു വശത്ത് അവരെ നോക്കിക്കിടന്ന് കരയുന്ന അപ്പനെ കാണുന്നത്. വൈഗ വേഗം അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്താ ഏട്ടാ സംഭവിച്ചത്? ഇവരൊക്കെ ആരാ? ഞങ്ങളെങ്ങനെ ഈ അവസ്ഥയിൽ? അയാൾ അതിനുള്ള ഉത്തരം പറയാതെ കരയുക മാത്രം ചെയ്തു. ഞാൻ പറഞ്ഞതല്ലേ മോളെ, ഒന്നും വേണ്ട എന്ന്. ഇനി ആത്മഹത്യയല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊന്നുമില്ല. ആരോടാണ് കളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യം വേണമായിരുന്നു. അവളും ഒരു പെൺകുട്ടിയല്ലേ. നിങ്ങൾ അവളെ ചെയ്യാൻ തീരുമാനിച്ചത് അവൾ നടപ്പിലാക്കി. ഒരാൾ ഗായത്രിയുടെ അരികിലേക്ക് നടന്നു വന്നു. എന്നിട്ട് അവളുടെ കയ്യിൽ ഒരു ബ്ലേഡ് കൊടുത്തു. നീ ഡോക്ടറല്ലേ? നിന്റെ അപ്പനോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അയാളെ അങ്ങ് കൊന്നേക്ക്. നിനക്കുള്ള അവസാന മുന്നറിയിപ്പായിരുന്നു അന്ന് ശിവറാം സാർ വീട്ടിൽ വന്ന് തന്നത്. ഇനി മാപ്പ് എന്നുള്ള ഒരക്ഷരം പോലും നീ പറയരുത്. നിന്റെ അമ്മയോട് അന്ന് തന്നെ ശിവറാം സാർ പറഞ്ഞതാണ്. പക്ഷേ നിങ്ങളതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇതുപോലെയല്ലായിരുന്നോ? നീയൊക്കെ ഒരു പെണ്ണല്ലേടി. മറ്റൊരുത്തൻ അവരുടെ മുമ്പിലേക്ക് ഒരു കമ്പ്യൂട്ടറുമായി വന്നു. അതിലുള്ള വീഡിയോ ഓൺ ചെയ്ത് അവരെ കാണിച്ചു. ഗായത്രി ശബ്ദിക്കാനാവാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. കണ്ണുകൾ ചുവന്നു വന്നു. വൈഗ നിശ്ചലയായി നിലത്തേക്ക് കുത്തിയിരുന്നു. എനിക്ക് ശിവറാമേട്ടനെ ഒന്ന് കാണണം. ഒരു 10 നിമിഷം കഴിഞ്ഞപ്പോൾ വൈഗ പറഞ്ഞു. സാറിന് നിന്നെ ഒന്നും കാണാൻ ആഗ്രഹമില്ല. എന്തിൻ്റെ പേരിലായാലും.
നിന്നോടൊന്നും സാർ ക്ഷമിക്കില്ല. ഒരുപക്ഷേ മാഡത്തെ നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചിരുന്നെങ്കിൽ സാർ നിങ്ങളോട് ക്ഷമിക്കുമായിരുന്നിരിക്കണം. പക്ഷേ നിങ്ങൾ അതൊന്നുമല്ല ചെയ്യാൻ ശ്രമിച്ചത്. അതും അവർ എന്ത് കുറ്റം ചെയ്തതിൻ്റെ പേരിൽ? ഇതൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം, അയാൾ പറഞ്ഞു. ഗായത്രി ഫോണിനായി ചുറ്റിലും നോക്കി. ഗംഗയോടുള്ള പക അവളുടെ കണ്ണുകളിൽ തീ പോലെ കത്തിയെരിഞ്ഞു. തുടരും.